ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനിരുദ്ധും അനന്യയും റൂമിലിരുന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ അനന്യയുടെ ടെൻഷൻ മുഴുവൻ പ്രതീക്ഷെങ്ങാനും സ്വരമോൾക്ക് അവകാശമായിട്ട് വരുമോ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ചെന്ന് മകളെക്കുറിച്ച് ചോദിക്കുകയും അല്ലെങ്കിൽ മകൾക്ക് അവകാശം പറയുകയും ചെയ്യാതിരുന്ന പ്രതീക്ഷനെ ഒരിക്കലും പേടിക്കേണ്ടെന്നും അവൻ ഒരിക്കലും കുഞ്ഞിൻ്റെ അവകാശം തേടി വരില്ല എന്നുള്ള കാര്യങ്ങൾ അനന്യയോട് പറയുന്നു. മാത്രമല്ല, അവനാണ് അവളുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഇതായിരുന്നു എന്ന് ഒരിക്കലും പ്രതീക്ഷിൻ്റെ നാവിൽ നിന്നും വരില്ല എന്ന് പറഞ്ഞു. അതോർത്ത് നീ പേടിക്കേണ്ടെന്നും. അതുമാത്രമല്ല, പ്രതീക്ഷ പുറത്തിറങ്ങി കഴിഞ്ഞാലും ഒരിക്കലും സ്വരമോളെ തേടി വരില്ല എന്നുള്ള കാര്യം തറപ്പിച്ചു പറയുക. അപ്പോൾ സ്വരമോളെ തേടി വരില്ല എന്നുള്ള കാര്യം നമ്മുടെ അനിരുദ്ധ് പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു പേടിയും ഭയവുമായിട്ട് അനന്യ വീണ്ടും ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്താണ് കുഞ്ഞ് അവിടെ ഇരുന്ന് സ്നാക്സ് ഒക്കെ കഴിച്ച് എന്തൊക്കെയോ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പ്രേമ വരുന്നത്. നീ നിൻ്റെ ഡാഡിയോടും മമ്മിയോടും പിണങ്ങിയോ? നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എൻ്റെ ഡാഡിയും മമ്മി എന്നോട് പിണങ്ങിയിട്ടില്ല, ഞാൻ എൻ്റെ ഡാഡിയോടും മമ്മിയോടും പിണങ്ങിയിട്ടില്ല, അതിനൊരിക്കലും എനിക്ക് പറ്റില്ല എന്നൊക്കെയുള്ള ഇത് കൊച്ചു പറഞ്ഞു. പിന്നെ എൻ്റെ ഡാഡിയും മമ്മിയും റൂമിലുണ്ട്, അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുകയാണ്. അവർക്ക് രണ്ടുപേർക്കും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നത്. ഞാൻ എൻ്റെ മമ്മിക്കും ഡാഡിക്കും ഒരിക്കലും ഒരു ശല്യമാവില്ല എന്ന് പറഞ്ഞു. അപ്പം മമ്മിക്കും ഡാഡിക്ക് ശല്യമാവില്ല എന്ന് കൊച്ചു പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പ്രേമയുടെ നെഞ്ചൊന്ന് ഇടിച്ചു. കാരണം അവരെ രണ്ടുപേരെയും കൂടെ അടുത്തിരുത്തുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീപ്പെട്ടിയും പടക്കവും അടുത്തിരിക്കുന്നത് പോലെയാണെന്നൊക്കെ പറയില്ലേ, ആ ഒരു ഇതാണെന്ന് പ്രേമയ്ക്കറിയാം. എങ്ങാനും ഇനി അനന്യയുടെ മനസ്സെങ്ങാനും മാറി അനിരുദ്ധിനോട് ഇഷ്ടമായാൽ അല്ലെങ്കിൽ അനിരുദ്ധിനെ സ്വീകരിക്കാനായിട്ട് തയ്യാറായാൽ അവിടെ തീർന്നില്ലേ അല്ല. അതുകൊണ്ട് ആ പേടിയാണ് പുള്ളിക്കാരി എന്നിട്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ വിട്ടടിച്ച് അവരുടെ മുറിയിലേക്ക് പോവാം. അപ്പോൾ അമ്മമ്മ എങ്ങോട്ടാണ് ഈ ഓടിപ്പോകുന്നത്? അമ്മമ്മയ്ക്ക് ഇവിടെ നിന്നാൽ പോരെ? എൻ്റെ ഡാഡിയും മമ്മിയും ഉള്ളിടത്തേക്ക് അമ്മമ്മ എന്തിനാണ് പോകണമെന്ന് ചോദിച്ച് ഇങ്ങനെ കൊച്ചു ചോദിക്കുമ്പോൾ നീ പോടി കൊച്ചെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പ്രേമ കയറി ഓടുന്നു. അങ്ങനെ പ്രേമ അതും പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. ആ സമയത്ത് അവരവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ ഇങ്ങനെ പ്രേമയുടെ സ്വഭാവത്തെ പറ്റിയും അതുപോലെ വീട്ടിലെ കാര്യങ്ങളെ പറ്റിയും ഒക്കെ ഇങ്ങനെ നമ്മുടെ അനിരുദ്ധും അനന്യയും കൂടി ഇരുന്ന് സംസാരിക്കുന്നു. അപ്പോൾ അനന്യയ്ക്കാണെന്നുണ്ടെങ്കിൽ അമ്മയെ ശരിക്കും പേടിയാണെന്നുള്ള കാര്യം അനിരുദ്ധിന് അറിയാം. അത് അനിരുദ്ധ് പറയുകയും ചെയ്തു. നീ ഇങ്ങനെ വെറുതെ നിൻ്റെ അമ്മയെ പേടിച്ച് ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല, ഞാൻ പോയേക്കാം. ഞാനിവിടെ നിൽക്കുന്തോറുമാണല്ലോ പ്രശ്നങ്ങളെല്ലാം കൂടി വരുന്നത്. അതുകൊണ്ട് ഞാൻ മറ്റൊരിടത്തേക്ക് താമസം മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ മാറിക്കോളാം എന്ന് പറഞ്ഞ് നമ്മുടെ അനിരുദ്ധ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അനന്യ പറഞ്ഞു, വേണ്ട, അങ്ങനെ ഒരിക്കലും മാറരുത്, അങ്ങനെ മാറേണ്ട കാര്യമൊന്നുമില്ല. എന്താണെങ്കിലും നമ്മൾ രണ്ടുപേരും ഉള്ളിടത്താണ് നമ്മുടെ മോള് നിൽക്കേണ്ടത്, അവളെ ഒരിക്കലും ഒറ്റപ്പെടുത്തി കളയരുത്, അവൾക്ക് അച്ഛനും അമ്മയും ഒക്കെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അനന്യ ഇങ്ങനെ പറയാം. അപ്പോൾ എൻ്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇന്നിങ്ങനെ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എന്നും ഇവിടെ വന്ന് എനിക്ക് നിൽക്കേണ്ട ആവശ്യം പോലും വരില്ലായിരുന്നു, എനിക്ക് എൻ്റെ അമ്മയ്ക്കൊപ്പം പോകാമായിരുന്നു, എൻ്റെ അമ്മയ്ക്കൊപ്പം പോയി എനിക്ക് നിൽക്കാമായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അനിരുദ്ധ് ഇങ്ങനെ സുമിത്രയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നു. അങ്ങനെ വാതോരാതെ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ അനന്യയുടെ മനസ്സിലേക്ക് വല്ലാത്തൊരു വിഷമം. കാരണം എല്ലാം അറിഞ്ഞു വെച്ചിട്ട് ഇനിയും മിണ്ടാതിരുന്നാൽ ശരിയാവില്ല എന്ന് അനന്യയ്ക്ക് അറിയാവുന്നത് കൊണ്ട് അനന്യ പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അനന്യ പറഞ്ഞു, അമ്പലത്തിൽ പോയ സമയത്ത് അമ്പലത്തിൽ വെച്ച് ഞാൻ ഒരാളെ കണ്ടിരുന്നു എന്നുള്ള കാര്യം. ആരെ നീ അമ്പലത്തിൽ വെച്ച് കണ്ടതെന്ന് അനിരുദ്ധ് ചോദിക്കും. അനന്യയ്ക്കാണെങ്കിൽ അത് പറയാനുള്ളൊരു ടെൻഷനുണ്ട്. അനന്യ അത് പറയാൻ തുടങ്ങുകയല്ല, അപ്പോഴേക്കും വാതിൽ ഇടിച്ച് പൊളിച്ച് കയറി വരുന്നു പ്രേമ വന്നപ്പോഴത്തേക്കും പിന്നെ സംസാരിക്കാനുള്ളൊരു സാഹചര്യം നഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ പ്രേമ ഇടിച്ചു തുറന്നിങ്ങ് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ മമ്മി ഇത്, ഒന്ന് ലോക്ക് ചെയ്തിട്ട് വന്നുകൂടെ എന്ന് ചോദിച്ചുകൊണ്ട് അനന്യ ഇങ്ങനെ ചോദിച്ചു. അല്ല, ഞാൻ അത്യാവശ്യമായിട്ട് നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതായിരുന്നു എന്ന് പറഞ്ഞു. അന്നേരം പ്രേമയുടെ ഉള്ളിൽ ഭയങ്കര ടെൻഷൻ. അനന്യെ നീ വേഗം ഒന്നിങ്ങ് വന്നേന്ന് പറഞ്ഞു. ഞാൻ വരാം, മമ്മി ചെല്ലാൻ പറഞ്ഞു, അമ്മയോട് ചെല്ലാൻ പറഞ്ഞു. നീ എന്നോട് വരാനല്ലേ പറഞ്ഞത്? ഞാൻ വരാമെന്നേ. അന്നേരത്തേക്ക് അനിരുദ്ധ് ചോദിച്ചു, അല്ല നീ അമ്പലത്തിൽ വെച്ച് ആരെ കണ്ട കാര്യം പറയണേന്ന് ചോദിച്ചു. അത് പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞപ്പോഴത്തേക്കും അനന്യയെ ഞെട്ടി, ദൈവമേ തള്ള കേട്ടല്ലോ, പണിപാലും വെള്ളത്തിൽ കിട്ടും എന്നുള്ള കാര്യം അറിയാവുന്നത് കൊണ്ട് അമ്പലത്തിൽ വെച്ച് ഞാൻ ആരെയും കണ്ടില്ല, അല്ല ഒന്നുമില്ല എന്നും പറഞ്ഞിട്ട് അനന്യ അവിടെ നിന്ന് ഇങ്ങനെ ഉരുണ്ട് കളിച്ചിട്ട് പോയി. പുറത്തേക്ക് ഇറങ്ങി ചെന്നപ്പോഴത്തേക്കും അനന്യയെ കൊന്നില്ലെന്നേ ഉള്ളൂ പ്രേമ. നീ എന്നെ ചതിക്കാനായിട്ട് നോക്കുമായിരുന്നല്ലേ, നീ അവനോട് എല്ലാ സത്യങ്ങളും പറയാൻ തുടങ്ങുമായിരുന്നല്ലേ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അവനോടൊന്നും പറയരുതെന്ന്, നീ എന്നിട്ട് എന്തിനാ അവനോടെല്ലാം പറയാൻ നോക്കിയതെന്നൊക്കെ ചോദിച്ചു. അമ്മ ഞാൻ അങ്ങനെ ഒന്നും ആവശ്യമില്ലാത്തത് പറയാൻ നോക്കിയില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സുമിത്ര ജീവനോടെ ഇരിപ്പുണ്ടെന്നുള്ള കാര്യം നീ ആയിട്ടെങ്ങാനും അനിരുദ്ധ് അറിഞ്ഞാൽ അവിടെ തീർന്നു, പിന്നെ ഞാനും നീയുമായുള്ള ബന്ധം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറേ അങ്ങനെ പറഞ്ഞു. അങ്ങനെ അവർക്കിടയിലുള്ള സംസാരവും കാര്യങ്ങളെല്ലാം ഇങ്ങനെ നടക്കുക. ഇതേ സമയത്താണെന്നുണ്ടെങ്കിൽ രഞ്ജിതയാണെങ്കിൽ അരവിന്ദനുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അരവിന്ദനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിത അരവിന്ദേട്ടൻ്റെ ആ ആലോചനയും കാര്യങ്ങളും അല്ലെങ്കിൽ അന്വേഷണമൊക്കെ എവിടം വരെ ആയെന്ന് ചോദിച്ചപ്പം ഏത് അന്വേഷണം, നിങ്ങൾക്ക് അതുപോലും ഓർമ്മയില്ലേ?
അഹോ, സുമിത്രയെ കണ്ടുപിടിക്കുന്ന കാര്യമല്ലേ, അത് അവന്മാരേറ്റിട്ടുണ്ട്, എൻ്റെ ഗുണ്ടകളേറ്റിട്ടുണ്ട്. അവന്മാർ നോക്കി കണ്ടുപിടിച്ച് എന്തായാലും അധികം താമസിയാതെ തരും. എന്നാലേ എനിക്ക് നിങ്ങളുടെയോ നിങ്ങളുടെ ഗുണ്ടകളുടെയോ ഒരു സഹായം വേണ്ട അരവിന്ദേട്ടാ. അനിരുദ്ധ് എവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞു. നീ എങ്ങനെ കണ്ടുപിടിക്കാനാ? നിന്നെ കൊണ്ട് അതിനൊക്കെ പറ്റുമോ? എന്നെ കൊണ്ട് പറ്റിയാലും പറ്റിയില്ലെങ്കിലും അനിരുദ്ധിനെ ഞാൻ കണ്ടുപിടിച്ചോളാം. അതുകൊണ്ട് അരവിന്ദേട്ടൻ്റെ ആ ഒരു സഹായം ഇനി എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു. നേരാണോ ഈ പറയുന്നത്? ആരാ കണ്ടുപിടിച്ചത് തരുന്നത്? ആരായാലും ഞാൻ ഏൽപ്പിച്ച ആൾ വളരെ കൃത്യമായി ആ കാര്യം നല്ല ഭംഗിയായി ചെയ്ത് എൻ്റെ കയ്യിൽ കൊണ്ടെത്തിച്ചു തരും. ഏതായാലും നിങ്ങൾ ഇനി അതിനു വേണ്ടി കഷ്ടപ്പെടേണ്ടെന്നാ പറഞ്ഞത്. ഓക്കെ, ഇനിയിപ്പം ഞാൻ സുമിത്രയുടെ ഒരു കാര്യത്തിൽ ഇടപെടണ്ടല്ലോ. വേണ്ട, നിങ്ങൾ ആ വഴിക്ക് പോവണ്ടെന്നും പറഞ്ഞുകൊണ്ട് അരവിന്ദനെ അവിടെ നിന്ന് നമ്മുടെ ചേച്ചി പറഞ്ഞു വിടുക. എന്നിട്ട് ഇങ്ങനെ ജയിച്ചു എന്നുള്ള രീതിയിൽ ഫോണൊക്കെ ഇങ്ങനെ കൈകൊണ്ടെടുത്ത് കറക്കി കറക്കി ആശാത്തി അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ അവരുടെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സുമിത്രയാണെന്നുണ്ടെങ്കിൽ സരസ്വതി അമ്മയും കൂട്ടി ഇങ്ങനെ പോരുന്നു. അപ്പം നട്ടക്കണ്ട വെയില. സരസ്വതി അമ്മയും സുമിത്രയും കൂടെ കുറച്ച് ദൂരം ഇങ്ങനെ നടന്നു വന്നു ശീതളിൻ്റെ വീട്ടിൽ നിന്ന്. ഈ സമയത്ത് നമ്മുടെ സരസ്വതി അമ്മയോട് സുമിത്ര പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അമ്മ ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ വന്നേക്കാന്ന്. അതെന്താ സുമിത്ര, നീ ഒറ്റയ്ക്ക്? ഞാനും വരാം. നീ ഒറ്റയ്ക്ക് പോയാൽ എങ്ങനെ ശരിയാകും? നമുക്ക് ഒരുമിച്ച് പോയാൽ പോരെ? അമ്മ ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ വന്നോളാമെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സരസ്വതി അമ്മ ശരി എന്നാൽ അങ്ങനെയെങ്കിൽ അങ്ങനെ, എനിക്കൊന്നും വയ്യ, ഈ വെയിൽ മുഴുവൻ കൊള്ളാനെന്ന് പറഞ്ഞ് ഓട്ടോയിൽ കയറിപ്പോയി. ഈ സമയത്താണെങ്കിൽ നമ്മുടെ സുമിത്ര വേഗം ഒരു മെഡിക്കൽ സ്റ്റോർ തപ്പിപ്പോയി. അവിടെ ചെന്നൊരു മെഡിക്കൽ സ്റ്റോർ കണ്ടു. അവിടെ ചെന്നു. അവിടെ നിൽക്കുന്ന ആളോട് ഈ കയ്യിലുണ്ടായിരുന്ന ഗുളിക, അതും സച്ചിൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത ഗുളികയാണ്, ഈ ഗുളിക എടുത്തിട്ട് അയാളോട് ചോദിച്ചു, ഈ മെഡിസിൻ എന്തിനുള്ളതാണെന്നും എന്തിന് കഴിക്കുന്നതാണെന്നും ഒന്ന് പറഞ്ഞു തരാമോന്നും. അങ്ങനെ ആ പുള്ളിക്കാരൻ ഈ മെഡിസിൻ ആണെങ്കിൽ കയ്യിൽ മേടിച്ചു. അപ്പോൾ ഇത് കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നില്ലല്ലോ ചേച്ചി എന്ന് പറഞ്ഞപ്പോഴേക്കും കുറച്ച് ഇതും കൂടെ അവിടെ നിന്ന് എടുത്തതിൻ്റെ ആ ഒരു ഇതൊക്കെ നമ്മുടെ സുമിത്ര അയാളുടെ കയ്യിലേക്ക് കൊടുത്തു. അയാളുടെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ കഴിയില്ല ചേച്ചി എന്ന് പറഞ്ഞു. കാരണം വേറെ സ്ട്രിപ്പോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് എന്തിനുള്ളതാണെന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അറിയാൻ കഴിഞ്ഞില്ല. സുമിത്ര നേരത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി. ഈ സമയത്ത് നമ്മുടെ അനിരുദ്ധ് പുറത്തേക്ക് പോകാനായിട്ട് വിശ്വൻ്റെ കാർ എടുത്തോളാൻ വിശ്വൻ പറഞ്ഞിട്ടും ആരുമല്ലാത്ത ഒരു വീട്ടിൽ നിൽക്കുന്ന ആ ഒരു പ്രതീതിയിൽ അങ്ങനെ പറഞ്ഞത് പ്രേമയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ആരുമല്ലാത്തൊരിതാണെന്ന് അനിരുദ്ധിന് മനസ്സിലായി. അപ്പോൾ അനിരുദ്ധ് പറഞ്ഞു, വേണ്ട, ഞാൻ കാറിനൊന്നും പോകുന്നില്ല, ഞാൻ ഓട്ടോയ്ക്ക് പൊക്കോളാവുന്നു. എന്തായാലും നമ്മുടെ അനിരുദ്ധ് ഓട്ടോ വിളിച്ച് പുറത്തേക്ക് പോരും. അപ്പോഴത്തേക്ക് സുമിത്രയും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഭയങ്കര വെയിലല്ലേ, ഈ വെയിലത്തു നിന്ന് ഭയങ്കരമായിട്ട് അങ്ങ് ക്ഷീണിച്ചു. സുമിത്ര എന്നിട്ട് ഇങ്ങനെ വരുന്ന ഓട്ടോയ്ക്കൊക്കെ കൈ നീട്ടുക. പക്ഷെ ഓരോ ഓട്ടോയും നിർത്തിയില്ല. പക്ഷേ നമ്മുടെ അനിരുദ്ധ് വന്ന ഓട്ടോ ആളുണ്ടെന്നറിയാതെ നമ്മുടെ സുമിത്ര കൈ നീട്ടി അനിരുദ്ധ ആ ഓട്ടോക്കാരനോട് പറഞ്ഞു കൃത്യമായിട്ട് നിർത്താൻ. കാരണം പ്രായമായൊരു സ്ത്രീയാണെന്ന് മനസ്സിലായി. കാരണം മുഖമൊക്കെ ഇങ്ങനെ സാരിയിട്ട് മൂടിയേക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ സുമിത്രയാണെന്ന് കാണാൻ പറ്റിയില്ല. എങ്കിൽ പോലും പ്രായമായൊരു സ്ത്രീയാണ്. അപ്പോൾ തൻ്റെ അമ്മയ്ക്ക് ആ ഒരു പ്രായം ഉണ്ടാകുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അനിരുദ്ധ് വണ്ടി നിർത്താൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ഓട്ടോക്കാരൻ വണ്ടി നിർത്തി. അപ്പോൾ നമ്മുടെ സുമിത്ര അനിരുദ്ധിനെ ലക്ഷ്യമാക്കി, അതായത് അനിരുദ്ധാണ് അകത്തുനിന്ന് അറിയാതെ ആ വണ്ടിയെ ലക്ഷ്യമാക്കി ഇങ്ങനെ വരുന്നു. അറിഞ്ഞോ അറിയാതെയോ എങ്ങനെയാണെങ്കിലും പെരുവഴിയിൽ നമ്മുടെ സുമിത്രയ്ക്ക് രക്ഷകനായി നമ്മുടെ അനിരുദ്ധ് അവതരിക്കുമ്പോൾ അമ്മയും മകനും കണ്ടുമുട്ടുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷമായിട്ട് നാളത്തെ നമ്മുടെ കഥ വരുന്നുണ്ട്. അങ്ങനെ സുമിത്രയിൽ നിന്ന് അകന്നു പോയി ഓരോരുത്തരായിട്ട് സുമിത്രയിലേക്ക് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.